നമസ്കാരം മഹാറാണി. നമസ്കാരം. എന്നെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഗംഭീരമായി. അതായത് എന്റെ പവറ് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയെന്നർത്ഥം. പവറിൽ എന്താ ഉള്ളത്? അത് പണം കൊടുത്ത് മേടിക്കാമല്ലോ. പക്ഷെ ബഹുമാനം നമ്മൾ സമ്പാദിച്ചാലേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് എല്ലാം മറന്നു അല്ലേ? ബഹുമാനിക്കാൻ പോലും മറന്നിരിക്കുന്നു. നനഞ്ഞ മാട്രസ് എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവല്ലോ. അത് കണ്ടുപിടിച്ച് റാണിയമ്മയോട് ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് തെളിയിക്കണം. നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മറന്നുപോയി. നിങ്ങളാണ് എല്ലാം മറക്കുന്നത് മഹാറാണി. ആർക്കാണോ ഇവിടെ അധികാരമുള്ളത് അവർ പറയുന്നതേ ഇവിടെ നടക്കൂ. എല്ലാം മാറി തുടങ്ങി മഹാറാണി. നിങ്ങൾ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഇയാളിപ്പോ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററായി മാറി. അതായത് നമ്മുടെ ഫാക്ടറിയുടെ എല്ലാ പേപ്പറുകളും ഇയാൾ മൂലമേ നീങ്ങുകയുള്ളൂ. കാര്യം മനസ്സിലായോ? അതുകൊണ്ട് എന്ത് സംസാരിച്ചാലും ഒന്ന് ആലോചിച്ചിട്ട്. മിനിസ്റ്റർ സാർ, അധികാരം കിട്ടുമ്പോൾ പലരുടെയും സ്വഭാവം തന്നെ മാറും. ഞാൻ കൊച്ചുനാൾ മുതലേ ഇതൊക്കെ കണ്ടതാ. ഞാൻ ഭരിച്ചിട്ടുമുള്ളതാണ്. നിങ്ങളുടെ മിനിസ്റ്റർ പദവിക്ക് എന്റെ ആശംസകൾ. പക്ഷെ നിങ്ങളുടെ ഈ അഹങ്കാരമൊന്നും എന്റെ അടുത്ത് വില പോകില്ല. ഞാൻ എന്റെ ബിസിനസ് കൃത്യതയോടെയും വ്യക്തതയോടെയുമാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും അധികാര ദുഷ്പ്രയോഗം ചെയ്തിട്ടില്ല. എന്നെക്കുറിച്ച് ഒരു കുറവും പറയാൻ പറ്റില്ല. രാജ് ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കലും അറിയാൻ പാടില്ല. അവളുടെ ഭരണത്തിൽ അവളുടെ അനുമതിയില്ലാതെ മദ്യ ഫാക്ടറി ഓപ്പൺ ആകാൻ പോവുകയാണ്. സാനിറ്റൈസർ ഫാക്ടറി എന്ന് പറഞ്ഞ് മദ്യ ഫാക്ടറിയെ പറഞ്ഞത് ശരിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറയും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോ കറ പറ്റിയിരിക്കുന്നു. കല്ലൂറാം സാർ എന്ന് വിളിക്കൂ. ആ യോഗ്യത നിനക്കില്ലടാ. ഗസ്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ബഹുമാനിക്കുന്നത്. മര്യാദയ്ക്ക് പുറത്തു പോ. വീണ്ടും എന്തെങ്കിലും പണിയും കൊണ്ട് വന്നാ പിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കേണ്ടി വരും. ഇനി അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടാവോ? ഈ ബെഡല്ലേ? കഴുത്തിന് പിടിച്ച് ഞാൻ നിങ്ങളെ പുറത്താക്കും, നിങ്ങളുടെ ഈ കൊട്ടാരത്തിൽ നിന്ന്. സർക്കാരിന്റെ ഒരു നോട്ടീസ് കൊണ്ടുവന്ന് മുഖത്ത് വലിച്ചെറിയും ഞാൻ. ഇവിടുന്ന് തല കുനിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഇയാളെന്തിനാ എങ്ങനെ ഒച്ചവെക്കുന്നത്? നമുക്കിപ്പോ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം ഇയാളുടെ കൈകളില. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇട തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് എന്തിനാണ് കൈ വെറുതെ കൊണ്ട് പൊള്ളിക്കുന്നത്? നീ വെറുതെ മിണ്ടാതെ അടങ്ങി നിൽക്കേ. ഇപ്പൊ മിണ്ടാതിരിക്കുന്നത് നമുക്ക് നല്ലത്. ഈ റാണിയോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയേ? മര്യാദയ്ക്ക് മറുപടി പറ. എന്റെ ഭഗവാനെ, ഈ മനുഷ്യനെ ഞാൻ ഇനി എന്താ ചെയ്യാ? ഋത്വിക്, എന്തായി കാണിക്കുന്നേ? അയാൾ ഇവിടെ, നമുക്ക് സംസാരിക്കാം. പറയടാ, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര ധൈര്യം? റാണിയോട് ഇങ്ങനെ സംസാരിച്ചാൽ നിന്നെ ഞാൻ നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ ധൈര്യമുണ്ടോ? അതും ഒരു മന്ത്രിയോട്. അതെന്താണെന്ന് വെച്ചാ, ഇവിടെ നിങ്ങളുടെ ലീഡർഷിപ്പ് ഒന്നും കാണിക്കാൻ പാടില്ല. ഇത് അരമനയാ, അരമന. ഇവിടെ ലോയലായിട്ട് നടക്കണം. മതി, ഒരുപാട് കേട്ട് കഴിഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി. ദയവ് ഇത് ആ കൈ കൊണ്ട് നീട്ട്.
തണുത്ത സ്ഥലത്ത് എത്ര നേരം എങ്ങനെ കിടക്കാൻ പോകുന്നത്? വരൂ, കൈനീട്ടു. അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. നിങ്ങള് ഈ അപമാനത്തിന് മുതലും പലിശയും ചേർത്ത് ഞാൻ പകരം വീട്ടും. അതുവരെ എന്റെ ഈ ഡ്രസ് ഈറനോടെ തന്നെ ഇരിക്കും. അയ്യോ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഏ കല്ലൂര, നീ ഇപ്പൊ മന്ത്രിയായി. ഇപ്പോഴെങ്കിലും നിനക്ക് ഈ കീറിയ ബനിയൻ ഇടാതിരുന്നൂടെ? ഋതിക്, ആരടുത്ത് എന്തായി സംസാരിക്കുന്നേ? ഡേയ്, എനിക്കെല്ലാം അറിയാവടാ. അവന്റെ ബനിയനൊന്നും നോക്ക്, അതിന്റെ അകത്ത് എത്രയാ ഓട്ടാ. എല്ലാരും വളരെ നന്നായി ചിരിക്കുന്നുണ്ടല്ലോ. സാനിറ്റൈസർ ഫാക്ടറിയിൽ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ഈ ചിരി ഉണ്ടാവണം. നമുക്ക് വീണ്ടും കാണാം. റാണിയമ്മ, ദേ ഇത് കണ്ടോ? ഇതാണ് ആ നനഞ്ഞ ബെഡ്. ഇതാണ് തെളിവ്. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. ഒന്ന് വിശ്വസിക്ക്. ഈ പെൺകുട്ടി ഏതാണ്? ഇവളാരാണെന്നുള്ള ചരിത്രം കൂടി ഒന്ന് ചികഞ്ഞെടുക്കണം. നിനക്ക് എന്തെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? കിടക്ക എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇത് കൊട്ടാരമാണ്, അല്ലാണ്ട് വല്ല ലോക്കൽ കോളനി ഒന്നുമല്ല. ഇവിടെ വന്ന് നിനക്ക് തോന്നിയത് വിളിച്ചു പറയാനായിട്ട്. നീ ഒരാള് കാരണമാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. അതിന് ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ആ ബെഡല്ലേ കൊണ്ടുവന്നത്. ഇത് ശരിക്കും നനഞ്ഞിരിക്കായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നീ പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? നീ തന്നെ നനച്ചു കൊണ്ടുവന്നതാണോ അല്ലയോ എന്ന് നീ എങ്ങനെ പ്രൂവ് ചെയ്യും? ഈ കിടക്ക ശരിക്കും നിന്റെ തന്നെയാണോ അല്ലയോ എന്നുള്ളത്? ഇപ്പോഴാണ് നിങ്ങൾ കറക്റ്റ് പോയിന്റിലെത്തിയേ. കാര്യം എന്താണെന്നറിയോ? ഇന്നലെ രാത്രി ഞാനും അവിക്കും കൂടി ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ വരച്ച് ബെഡിലും ഡ്രോയിങ് ചെയ്തു. ആ മാർക്ക് ഇപ്പോഴും അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൂടെ? പക്ഷെ ഇത് നീ പറയും. മതി മോഹിനി. റോജ പറയുന്നത് ശരിയാണ്. റാണിയമ്മ ഇതിന്റെ പേരിൽ എന്നോട് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് മറ്റാരെങ്കിലും ഇത് കൊണ്ടുവന്ന് പെടുത്തണം. കിടക്കയ്ക്ക് നനവുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും മോഹിനി. Stop. അതെ, എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ഈ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ഏതൊരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്നാണ്. ഇവന്മാരെല്ലാം വെറും മടിയന്മാര്. ആദ്യം കള്ളത്തരം ചെയ്യും, എന്നിട്ട് അത് ഒളിപ്പിച്ചു വെക്കും. ഞാൻ ഇന്ന് തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട്. മോഹിനി, ഇതൊക്കെ നിനക്ക് ആദ്യം തന്നെ ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്നില്ലേ? നീയാണെങ്കിൽ ഒന്നും ചെയ്തില്ല. സ്റ്റാഫ്സിനോട് ഒന്നിനെ കുറിച്ച് ചോദിച്ചില്ല. എന്നിട്ട് നേരെ ഈ റോജയുടെ മേൽ കുറ്റം ചുമത്തി. ഈ റോജ കാരണം എൻ്റെ ആൻറ്റിക്ക് ദിവസവും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും ഇവിടെ വിടാൻ പോകുന്നില്ല. ഇപ്പോൾ നീയാണ് പറയേണ്ടത്. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ ഇതുപോലെ ശരിയായ കാര്യം തെറ്റായ സമയത്ത് തെറ്റായ ഇടത്ത് തെളിയിച്ചാൽ അതാരും വിശ്വസിച്ചെന്ന് വരില്ല. ആ തെറ്റാണ് ഇപ്പൊ നീ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിന്റെ മേൽ വ്യാജമായി കുറ്റം ചുമത്തിയെന്ന് മനസ്സിലായി. പക്ഷെ നീ ഏത് വിധത്തിലാണോ സത്യം തെളിയിച്ചു കാണിച്ചത് അതും അത്രത്തോളം തന്നെ തെറ്റാണ്. സത്യം തെളിയിക്കാൻ ശരിയായ സമയവും ശരിയായ സ്ഥലവും ഉണ്ട്. ഇതൊക്കെ നീ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ഒരിക്കലും ഇത് നീ ആവർത്തിക്കരുത്. നിനക്ക് ശ്രദ്ധയുണ്ടാവണം. ശരി റാണിയമ്മ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവൾ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് കൊടുത്തേക്കാൻ പറ്റും. പക്ഷേ ഇവൾ ബുവാമയോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല.